പ്രൈസ് ദി ലോർഡ്. ആവേ മറിയ. നിയമവർത്തനത്തിൻ്റെ പുസ്തകം 7 അധ്യായം 6 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടേ: നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഒരു വചനത്തെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴേ, യു ആർ എ ചോസൻ വൺ, യു ആർ സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്നുള്ളൊരു ഒരു 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 തോട്ടിലേക്കാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾക്ക് ലൈഫിൽ എല്ലാത്തിനും നമുക്ക് ചോയ്സ് ഉണ്ട് അല്ലേ? വി ഹാവ് എ ഫ്രീ വില്ലാണ്. അതായത് നമുക്ക് നമ്മുടെ ഒരു ദിവസം കിട്ടുന്ന സമയത്തിൽ എങ്ങനെയൊക്കെ ആ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പം കാരണം നമുക്ക് ഈ വേൾഡിൽ ഒത്തിരി ചോയ്സസ് ഉണ്ട്, നമ്മൾക്കത് എങ്ങനെ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ആത്മാവിലൊരു ആഗ്രഹവും പ്രേരണയും കിട്ടുകയാണ് ഈശോയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി അഡോറേഷനിൽ പോയിരിക്കണം, കുമ്പസാരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ നന്മമരത്തോടൊക്കെ ചേർന്ന് നിൽക്കണം, അത് ഈശോയ്ക്ക് വേണ്ടി കൂടുതൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആത്മാവിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും വിചാരിക്കുക, ആ ഒരു തോന്നൽ വെറുതെ വരുന്നതായിരിക്കത്തില്ല. ദാറ്റ് ഈസ് ആൻ ഇന്നർ കോൾ ഫോർ യു. അത് ഈശോ, നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ വിളിക്കുന്നതാണ്. അങ്ങനെ ഒരു ആഗ്രഹവും തോന്നലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും വിചാരിക്കണം, നിങ്ങൾക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ളൊരു വിളിയുണ്ട്. ആ വിളിക്കനുസരിച്ച് നമ്മൾ ജീവിക്കാനുള്ളൊരു ഒരു ഒരു ഇനിഷ്യേഷൻ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്നുണ്ടോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പം അങ്ങനെയുള്ള നമ്മൾ ഈ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി വിളിക്കപ്പെട്ട ആ ഒരു വിളി കിട്ടുമ്പോഴത്തേന് എപ്പോഴും ഓർക്കണം, നമ്മൾക്ക് ഇങ്ങനെ ഈ വേൾഡിൽ ലൈക്ക് അങ്ങനത്തെ ഫ്രഷ്ലി പീപ്പിൾ ലിവ് ചെയ്യുന്ന പോലത്തെ ഒരു ചോയ്സ് എടുത്ത് നമുക്ക് ലിവ് ചെയ്യാനുള്ള ഇതിൽ ഈശോയ്ക്ക് അത് ഭയങ്കര അങ്ങനെ സങ്കടമാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ നോട്ടത്തിലും വിചാരത്തിലും ഒക്കെ നമ്മൾ എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു 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 സ്റ്റേജിലേക്കാണോ നമ്മൾ പോകുന്നതെന്ന് എപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യണേ. കാരണം നമ്മൾ ഈശോയോട് കൂടി അടുത്ത് ജീവിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ അടുത്ത് സ്പെൻഡ് ചെയ്യാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പം നമ്മുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കും, നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മളോട് ചിലപ്പം പറയും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് യെശയ്യായിൽ പറഞ്ഞിരിക്കുന്ന പോലത്തെ തോന്നലുകൾ നമ്മുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് തരുവേ. മുന്നോട്ട് ഇതിനോട് അടുത്ത് ലിവ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പം എപ്പോഴും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കണം, നമ്മൾക്ക് ആ ഒരു സ്ലിപ്പറി മുകളിലിരിക്കാതെ ഈശോയുടെ നമ്മുടെ എവറി സിംഗിൾ മൂമെൻറ്റ് ഇൻ അവർ ലൈഫ് ഈശോയുമായിട്ട് അലൈൻ ചെയ്തിട്ടാണോ, പരിശുദ്ധാത്മാവുമായിട്ട് അലൈൻ ചെയ്തിട്ടാണോ, പിതാവായ ദൈവമായിട്ട് അലൈൻ ചെയ്തിട്ടാണോ നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എന്നുള്ളത് നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്ത് അനലൈസ് ചെയ്ത് എപ്പോഴും ഈശോയെ ഡിവീറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പക്ഷേ എപ്പോഴും റീഅലൈൻ ചെയ്തുകൊണ്ട് ഈശോയുടെ കൂടെ നിൽക്കാൻ ഈ നിയമാവർത്തനം 7:6 പറയുന്ന പോലെ എപ്പോഴും ഓർക്കണം, യു ആർ എ ചോസൻ വൺ, യു ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ട് ആ ഒരു ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. പ്രൈസ് ദി ലോർഡ്.